Hello all, good afternoon. This is Shirin again. So how are you all? Okay, good afternoon Reisa. Okay, അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി അല്ലേ? ഗ്രാമർ ലെസൺസ് ആയിട്ട് കണ്ടിട്ട് കുറേ കാലമായി. Okay, so എന്തൊക്കെയാണ് വിശേഷം? IELTS എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇതുവരെ ആയി. ടുഡേ നമ്മൾ ഗ്രാമർ ആണ് നോക്കുന്നത്. ലിസണിങ്, റീഡിങ്, നമ്മുടെ എസ്സേ ഡിസ്കഷൻ എല്ലാം നിങ്ങൾ ലൈവ് കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതിൽ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, welcome all. I can see people joining. You can comment. Okay, so നമ്മള് ഇന്ന് ഗ്രാമർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ വെനസ്ഡേസും നമ്മൾ ഗ്രാമർ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ആരെങ്കിലും ബിഗിനേഴ്സ് ആയ ആരെങ്കിലും, അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ലൈവ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ അവർ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതാണ്. വെനസ്ഡേ നമ്മൾ ഗ്രാമർ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് എല്ലാ ഫ്രൈഡേയും ഞാൻ തന്നെയാണ് ലിസണിങ് ഡിസ്കസ് ചെയ്യാറ്. ആൻഡ് നമ്മൾ ഏതൊക്കെയാ പിന്നെ ഡിസ്കസ് ചെയ്യാറുള്ളത് എന്ന് നമ്മുടെ ലൈവ് നടക്കുന്നതിൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം അല്ലെ? Okay, then let others join. We shall slowly move on to our class. Okay, so let's move on to our first slide and see what are the topics that we have covered so far. Okay, ഇത് ഞാൻ എല്ലാ ലൈവിലും പറയുന്നത്, if at all any പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്നും, ആൻഡ് ഓൾറെഡി നമ്മുടെ ലൈവ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അവരിപ്പോ എവിടെയാണ്, നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പാർട്സ് ഓഫ് സ്പീച്ച്, വെരി ബേസിക് കാര്യം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ദെൻ നമ്മൾ ടൈപ്സ് ഓഫ് സെന്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കി, സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് സെന്റൻസസ് നോക്കി, അതെങ്ങനെയാണ് കൺസ്ട്രക്ഷൻ എല്ലാം നമ്മൾ നോക്കിയിരുന്നു. ദെൻ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പങ്ക്ച്വേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ഗ്രാമർ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. അപ്പോൾ പങ്ക്ച്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എവിടേക്കാണ് സിമ്പിൾസ് യൂസ് ചെയ്യേണ്ടത്, പങ്ക്ച്വേഷൻ മാർക്സ് കറക്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഗ്രാമർ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. നൗ ഈ ഗ്രാമർ ക്ലാസ് ഇന്ന് മുതൽ നിങ്ങൾ മുടങ്ങാതെ കാണണം. ബിക്കോസ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സിംഗിൾ ആയിട്ട് എടുത്ത് കാണാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻസസ് ആണ്. ഓക്കെ, നമുക്കറിയാം എല്ലാവർക്കും ഒരുപാട് സ്റ്റുഡൻസിന് പ്രശ്നം വരാറുള്ളതും അവർക്ക് കൺഫ്യൂസിങ് ആയിട്ടും വരാറുള്ള ഒരു ഏരിയ ആണ് ടെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ടെൻസസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ദർ ഇസ് നോ ഹറി അറ്റ് ഓൾ. ഒരു ഹറിയില്ല, ഒരു റഷ് ഒന്നുമില്ല. നമ്മൾ വൺ ബൈ വൺ ഓരോ ടെൻസസ് എടുത്ത് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ ക്ലാസ് ഓൺ ടെൻസസ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ എന്നും പറയാറുള്ളതാണ്, യു കെൻ കീപ്പ് എ നോട്ട്ബുക്ക് വിത്ത് യു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇത് കേട്ടത് കൊണ്ട് മാത്രം, ഓക്കെ, ഇപ്പൊ നമ്മൾ ലിസണിങ്ങോ റീഡിങ്ങോ അല്ലെങ്കിൽ എസ്സേയോ ഡിസ്കസ് ചെയ്യുന്ന പോലെ അല്ല. ഗ്രാമർ എന്ന് പറയുമ്പോൾ പക്ക റൂൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം തലയിൽ ഓർമ്മ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെച്ചതുകൊണ്ട് മാത്രമാവില്ല, അത് നമ്മൾ പ്രാക്ടീസ് കൂടെ ചെയ്യണം. ഓക്കെ, എഴുതി വെച്ചു, ഇനി എഴുതി വെച്ച കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മൈൻഡിൽ, ഇപ്പൊ നമ്മൾ മലയാളത്തിന്റെ റൂൾസ് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ നമ്മൾ മലയാളം സംസാരിക്കുന്നത് അല്ലെങ്കിൽ മലയാളം നന്നായി എഴുതുന്നത്? അല്ല, എങ്ങനെയാ? ബൈ പ്രാക്ടീസ് ആണ് അല്ലെ. നമ്മൾ എഴുതി കേട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടാണ് നമുക്ക് മലയാളം ഇത്രയും ഫ്ലുവന്റ് ആയി ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഇല്ലാതെ അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് നമുക്ക് അറിയാം, നമ്മുടെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അല്ലെ, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ല. അപ്പോൾ ഈ എഴുതി വെക്കുന്ന കാര്യങ്ങൾ, ഈ റൂൾസ് ഉണ്ടല്ലോ, ഈ റൂൾസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് അത് 3-4 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം.
ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ഗ്രാമർ ക്ലാസ് നമുക്ക് വരുന്നത് ഈ ഒരു വെനസ്ഡേ വന്നാൽ പിന്നെ നെക്സ്റ്റ് വെനസ്ഡേ ആണ് നമ്മുടെ ഗ്രാമർ ക്ലാസ് വരുന്നത്. അപ്പൊ ഈ ഗ്രാമർ ക്ലാസ്സിൽ എടുത്ത കാര്യം നിങ്ങൾക്ക് 1 വീക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലാണ് നിങ്ങൾക്ക് അതൊരു ശീലമായി ഓട്ടോമാറ്റിക്കലി അത് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം ഇത് മറന്നു പോവും. ഫോമാറ്റും കാര്യങ്ങളും എന്താ ടെൻസിൽ എന്താ പറഞ്ഞത്, സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ എന്താ പറഞ്ഞതെന്നൊക്കെ മറന്നു പോവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞത്. യു ഷുഡ് പ്രാക്ടീസ്. ഓക്കെ, then let's move on to our next slide and see our topic, that is tenses. ഓക്കെ, അപ്പൊ ടെൻസ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാലത്താണെങ്കിലും നമ്മളെടുത്ത് പറയും അല്ലെ, ഇത് പാസ്റ്റ് ടെൻസിലാണ് എഴുതണ്ടേ, അല്ലെങ്കിൽ ഇത് പ്രസന്റ് ടെൻസിലാണ് എഴുതേണ്ടത്, ഇതിന്റെ ടെൻസ് തെറ്റാണല്ലോ, പ്രസന്റ് ടെൻസിൽ ഇങ്ങനെയാണോ എഴുതുക എന്നൊക്കെ നമ്മളെടുത്ത് ചോദിച്ചിട്ട് ഉണ്ടാവും അല്ലെ. ടീച്ചേഴ്സൊക്കെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തോന്നും, ഇപ്പൊ നമ്മൾ എക്സാമിന് ഇംഗ്ലീഷ് എക്സാം ഒക്കെ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈസി ആയിരിക്കും അല്ലെ, പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അല്ലെങ്കിൽ കോളേജിലാണെങ്കിലും നമുക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജനറൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കഥയും കവിതയൊക്കെയാണ്, പക്ഷെ നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ എല്ലാം എനിക്ക് അറിയുന്നത് എഴുതിയിട്ടുണ്ടായിരുന്നു, ബട്ട് വിചാരിച്ച മാർക്ക് വന്നില്ല. എന്തുകൊണ്ടാ? നമ്മുടെ ടെൻസസ് തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് മാർക്ക് കുറയാൻ അത് കാരണമാക്കുന്നത്. ഓക്കെ, അപ്പൊ ടെൻസസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ടെൻസസ് കറക്റ്റ് ആണെങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അത് ക്ലാരിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ആദ്യം ടെൻസസ് എന്താണെന്ന് നോക്കാം. ടെൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ വേർബ് ഇൻ സെന്റൻസ്. അപ്പൊ ഈ ടെൻസസ് എവിടെയാണ് മാറ്റം വരുത്തുന്നത്? ഓരോ ടെൻസിലും മാറ്റം വരുത്തുന്നത് എവിടെയാണ്? വേർബിലാണ്. ഓക്കെ, വേർബ് എന്താണ്? ദ ആക്ഷൻ വിച്ച് എ സബ്ജക്ട് ഈസ് ഡൂയിങ് അല്ലെ. ഒരു സബ്ജക്ട് ചെയ്യുന്ന ആക്ഷൻ ആണ് വേർബ്, ചെയ്യുന്ന പ്രവൃത്തിയാണ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ വേർബില് മാറ്റം വരുത്തി എപ്പോഴാണോ ഒരു കാര്യം നടന്നത് അതിന്റെ ടൈം ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ടെൻസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വേർബില് വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, വേർബില് വരുന്ന മാറ്റങ്ങളാണ് എന്ത് കാണിക്കാനാണ്? ടൈം കാണിക്കാൻ വേണ്ടി. മീനിങ് ഒരു കാര്യം എപ്പോ നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റം വരുത്തുന്നതാണ് ടെൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ടെൻസ് എന്തിനാണ് ടെൻസ്, അല്ലെങ്കിൽ എന്താണ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വേർബിൽ വരുത്തുന്ന മാറ്റമാണ്. ഓക്കെ, ദ ചേഞ്ച് വിച്ച് യു മേക്ക് ഇൻ ദ ഫോം ഓഫ് ദ വേർബ് ടു ഡിനോട്ട് ദ ടൈം വെൻ an action took place. ഒരു ആക്ഷൻ നടന്നത് എപ്പോഴാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേർബിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഏത്? ടെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, റേസ ഇൻ IELTS സ്പീക്കിംഗ് കറക്റ്റ് ടെൻസ് ആൻഡ് വേർബ് ഷുഡ് ബി യൂസ്ഡ്. യെസ്, ഡെഫിനറ്റ്ലി. റൈറ്റിംഗിലാണെങ്കിലും സ്പീക്കിങ്ങിലാണെങ്കിലും ടെൻസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇപ്പൊ നിങ്ങളുടെ നമുക്ക് പോകെ മനസ്സിലാവും. നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് നിങ്ങളുടെ ഒരു ശീലത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോ എന്താ പറയാ, അപ്പൊ നിങ്ങൾക്ക് മുന്നേ ഒരു ശീലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹാബിറ്റിനെ കുറിച്ച് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് മുന്നേ ഒരു ശീലം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ ശീലം ഇതാണ്, അല്ലെങ്കിൽ ആ മുന്നേ ഉള്ള ശീലം ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവണം? പാസ്റ്റ് എങ്ങനെ പറയണം, പ്രസന്റിൽ എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം അല്ലെ. ഇല്ലെങ്കിൽ നമ്മളിപ്പോ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാര്യത്തിനെ പറ്റി പറയാനാണ്, പക്ഷെ നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ തെറ്റിപ്പോയി, നമ്മൾ ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ആ മുന്നിലിരിക്കുന്ന എക്സാമിനർക്ക് മനസ്സിലാവോ ഇതിപ്പോ ഇപ്പത്തെ കുറിച്ചാണോ പറയുന്നത്, മുന്നത്തെ കാര്യമാണോ പറയുന്നത്, അതോ ഇനി വരാനിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണോ പറയുന്നത് എന്നൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ടെൻസസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം ഇൻ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ടെൻസസ് എന്ന് പറയുമ്പോൾ വളരെ കൺഫ്യൂസിംഗും ആണ്, ആൻഡ് നമുക്ക് ഒരുപാട് സമയം എടുത്ത് പറയാൻ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് ടെൻസസ് എന്ന് പറയുന്നത്. ഡോണ്ട് വറി, നമ്മൾ ഇവിടെ ഓരോ ടെൻസും സെപ്പറേറ്റ്ലി എടുത്തിട്ടാണ് പഠിക്കുന്നത്, സമയം എടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഹായ് അശ്വതി, ഗുഡ് ഈവനിങ്. ഓക്കെ, now let's move on to our next slide and see what are the importance of tense. Tense എന്തിനാണ്, ടെൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് നോക്കുന്നത്.
അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അല്ലെ. അപ്പൊ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് ക്ലാരിറ്റി വേണമെങ്കിൽ എന്ത് വേണം, ടെൻസ് യൂസ് ചെയ്ത് കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ പണ്ട് നടന്നൊരു കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ച് നിങ്ങളടുത്ത് പറയണം, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ കേൾക്കുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ വരില്ലേ, ഇതിപ്പോ നടന്നതാണോ മുന്നേ നടന്നതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അല്ലെങ്കിൽ ഞാനിനി വരാനിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്, പക്ഷെ ഞാൻ പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആള് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ, ഇത് കഴിഞ്ഞ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ കമ്മ്യൂണിക്കേഷന് ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. ക്ലാരിറ്റി ആൻഡ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ക്ലാരിറ്റി നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഏത് സാഹചര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഏത് കോണ്ടെക്സ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യുക എന്നുള്ളത് ടെൻസിന്റെ ഒരു പർപ്പസ് ആണ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടെൻസ് ആണ്. ഓക്കെ, നൗ ടൈം ഓറിയന്റേഷൻ. ടൈം ഓറിയന്റേഷൻ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എന്താണ്, എപ്പോ നടന്നതാണെന്ന് അറിയണം അല്ലെ, ഏത് ടൈം പീരീഡിൽ നടന്നതാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക, കറക്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ഏത് ടൈമിൽ അല്ലെങ്കിൽ ഏത് ടൈം പീരീഡിൽ നടന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അതാണ് ടെൻസസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോമൺ സെൻസ് യൂസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അല്ലെ, എന്താണ് റൈറ്റിംഗിൽ ഞാനൊരു കാര്യം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടെൻസ് കറക്റ്റ് ആയിരിക്കണം, എന്നാലാണ് ആ വായിക്കുന്ന ആൾക്ക് അതിന്റെ കറക്റ്റ് സെൻസിൽ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമുക്കറിയാം സ്പീക്കിങ്ങിലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ആ ആൾക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ടെൻസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് റൈറ്റിംഗിലും സ്പീക്കിങ്ങിലും ദെൻ റീഡിങ്ങിലും ലിസണിങ്ങിലും വരെ ഈ ടെൻസ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈ? ഇപ്പോ റീഡിങ്ങിൽ ഒരു പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്, മേ ബി ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും, ഇപ്പോഴത്തെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ടെൻസുകൾ തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റിയാലാണ് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മുടെ ലിസണിങ്ങിലും നമ്മൾ ഡിസ്ട്രാക്ടേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ, അപ്പൊ മുന്നേ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല എന്നൊക്കെ പറയുമ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ടെൻസസ് നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് IELTS ടെൻസസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. Okay, now let's move on to the next slide and see what are the three tenses. നമുക്ക് എല്ലാവർക്കും അറിയാം three tenses ഏതൊക്കെയാണ്, past tense and we have present tense and future tense. Past tense എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറയില്ലേ past is in the past, let's forget it and move on. നടന്നു അത് മറക്കാം, നമുക്ക് മുന്നോട്ട് പോവാന്നൊക്കെ നമ്മൾ പറയില്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വിഷമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയി, അങ്ങനെ നമ്മൾ നടന്നു എന്ന് അറിയില്ലേ. അപ്പൊ അതാണ് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച്, ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും, ഞാൻ ജസ്റ്റ് അതിന്റെ ബേസിക് ഒരു ഐഡിയ പറയുന്നതെന്നേ ഉള്ളൂ. ദെൻ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെയാണ് പ്രസന്റ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഫ്യൂച്ചർ ടെൻസ് എന്താ, നടന്നു കഴിഞ്ഞു പോയ കാര്യമല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തിനെ കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 3 ടെൻസസ് ആണ്, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, 3 ടെൻസസ് ഓഫ് ഇംഗ്ലീഷ് ഏതൊക്കെയാ, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഒന്ന് ഇപ്പൊ നടക്കുന്നതിനെ കാണിക്കാൻ, ഒന്ന് കഴിഞ്ഞു പോയതിനെ കാണിക്കാനും, ഒന്ന് വരാനിരിക്കുന്നതിനെ കാണിക്കാനുമാണ് ടെൻസസ് ഉള്ളത്. ഓക്കെ, now let's move on to the next slide and see. ഇത്രയും എളുപ്പമാണെന്ന് വിചാരിച്ചോ? ഇല്ല, നമുക്ക് അടുത്തതിന് നോക്കാം. 3 ടെൻസ് ഉണ്ട് അല്ലെ, ഈ 3 ടെൻസിനും 4 ഫോം ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ തരാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, അപ്പൊ 4 ഫോംസ് ഏതൊക്കെയാണ്, സിമ്പിൾ ഉണ്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ പ്രസന്റ് ടെൻസിന് തന്നെ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് 4 ഫോം ഉണ്ട്. അതേപോലെ പാസ്റ്റ് ടെൻസിനും ഉണ്ട്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അതേപോലെ ഫ്യൂച്ചറിനും ഉണ്ട്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്, ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്,
then future perfect and future perfect continuous. Okay, അപ്പൊ ഇത്രയും ഏതൊക്കെയാ 12 തരം ഫോം ഓഫ് ടെൻസസ് നമുക്ക് ഈ ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്ന് നമ്മൾ എടുത്ത് എങ്ങനെയാണ് എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യും. ഓക്കെ ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, പ്രസന്റ് ടെൻസിന്റെ സിമ്പിൾ ഫോം ആണ് നമ്മൾ ഇന്ന് ഈ ലൈവിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ടെൻസസ് എന്താണെന്ന് നോക്കി, എത്ര തരം ടെൻസസ് ഉണ്ടെന്ന് നോക്കി, ആൻഡ് ഈ ടെൻസസിനൊക്കെ 4 തരം ഫോംസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കി അല്ലെ. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതി വെച്ചോളൂ കേട്ടോ, ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ യു ഷുഡ് നോട്ട് ഡൗൺ. ആൻഡ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശീലങ്ങൾ, ഓക്കെ, ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ ഹാബിച്വൽ ഇവന്റ്സ്, നമ്മുടെ ഒരു ശീലത്തിന്റെ ഭാഗമായി ഞാൻ സ്ഥിരമായി ചായ കുടിക്കാറുണ്ട് എന്ന് പറയുന്നത് ഒരു ശീലമാണ് അല്ലെ, എന്റെ ഹാബിറ്റ് ആണ്. അപ്പൊ ഞാനത് എങ്ങനെ പറയും? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാ. ശീലങ്ങൾ, ഒരു ആളുടെ ഹാബിറ്റ്സ് നമ്മൾ എപ്പോഴും എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാ. അതേപോലെ ജനറൽ ഫാക്ട്സ് ഓർ ആക്ഷൻസ്. ജനറൽ ഫാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു അർത്ഥത്തിൽ പറയാം യൂണിവേഴ്സൽ ട്രൂത്ത് എന്നൊക്കെ പറയും അല്ലെ. അത് ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്നുള്ളത് എന്താണ്? ഒരു പ്രപഞ്ച സത്യമാണ് അല്ലെ. അതൊരു ജനറൽ ഫാക്ട് ആണ്, ഒരു ജനറൽ ആക്ഷൻ ആണ്. സൂര്യൻ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് എന്ത്? എപ്പോഴും എന്നും കിഴക്കുദിക്കുക എന്നുള്ളത്. അതൊരു യൂണിവേഴ്സൽ ഫാക്ട് ആണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ പറയും? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഡെയിലി നടക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശീലങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രപഞ്ച സത്യങ്ങൾ, അല്ലെങ്കിൽ ജനറൽ ഫാക്ട്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എന്തിലാണ് പറയുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഓക്കെ, ദ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇസ് സ്ട്രേറ്റ് ഫോർവേഡ്. അതാണ് എന്താ, എന്റെ ശീലം ഇതാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്നതാ, അപ്പൊ ഇലയുടെ നിറം പച്ചയാണ് എന്ന് നമ്മൾ പറയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതൊക്കെ എന്താണ്? സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ആൻഡ് അത് ഫാക്ച്വൽ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? സോ ഹാബിച്വൽ ആക്ഷൻസ് ഓർ ഇവന്റ്സ്, ജനറൽ ഫാക്ട്സ് ഓർ യൂണിവേഴ്സൽ ട്രൂത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, now let's move on to the next slide and see the structure, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉള്ള ഒരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഓക്കെ, അപ്പൊ പോസിറ്റീവ്, നെഗറ്റീവ്, കോളം ഇതൊന്നും കണ്ടിട്ട് പേടിക്കണ്ട. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സെന്റൻസിൽ എന്തുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് എന്താ? ഒബ്ജക്റ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ. ഒബ്ജക്റ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് എന്താ, വേർബിലാണ് ഇവിടെ മാറ്റങ്ങൾ വരുന്നത്. ആൻഡ് വേർബിൽ വരുന്ന മാറ്റം സബ്ജക്റ്റിന് കൂടി അനുസരിച്ചിരിക്കും. നമ്മൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ പഠിച്ചില്ലേ? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ്. ഓക്കെ, അതുകൊണ്ടാണ് ഒബ്ജക്റ്റിന് അത്ര എടുത്തു പറയാത്തത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വസ്തുവാണോ പ്രവൃത്തി ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ ഏത് വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ആ വസ്തു അല്ലെങ്കിൽ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ആ പ്രവൃത്തി ചെയ്യപ്പെടുന്നതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുകയാണെങ്കിൽ ഐ എയ്റ്റ് ചോക്ലേറ്റ് എന്ന് പറയാന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഐ ഈറ്റ് ചോക്ലേറ്റ് എവറി ഡേ. ഓക്കെ, അപ്പൊ അത് കുറച്ചൊരു പ്രസന്റ് ടെൻസ് ആയല്ലോ. ഐ ഈറ്റ് ചോക്ലേറ്റ് എവറി ഡേ, എല്ലാ ദിവസവും ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട് എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഐ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഐയും യുവും വരുമ്പോ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അതുകൊണ്ട് ഈറ്റ് എന്ന് യൂസ് ചെയ്തു, ഈറ്റ്സ് എന്ന് യൂസ് ചെയ്യാതെ നമ്മൾ ഈറ്റ്. ഐ ഈറ്റ് ചോക്ലേറ്റ് എവറി ഡേ. ഓക്കെ, ചോക്ലേറ്റ് എന്താണ്? ഒബ്ജക്റ്റ് ആണ്.
എന്ത് ചെയ്തു? ഞാൻ എന്ന് പറയുന്ന സബ്ജക്ട് വേർബ് ചെയ്യുന്നത് എന്താ? പ്രവൃത്തി എന്താ ചെയ്യുന്നത്? കഴിക്കുക, ഈറ്റ് എന്നുള്ള പ്രവൃത്തി ചെയ്തു. എന്താണ് കഴിച്ചത്? ആ പ്രവൃത്തി എന്തിലാണ് കാണിച്ചത്? ചോക്ലേറ്റിലാണ്. അപ്പൊ ആ ചോക്ലേറ്റ് ആണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ, ഒരു സെന്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? സബ്ജക്ട് പ്ലസ് വേർബ് ഇൻ ദ ബേസ് ഫോം ഓർ തേർഡ് പേഴ്സൺ പ്ലൂറൽ ഫോം. സബ്ജക്ട് പ്ലസ് വേർബ് എസ് ഓർ എസ് ആഡ് ചെയ്യേണ്ടടുത്ത് അതാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. സിംഗുലർ ഫോം ആണ്. അതായത് സബ്ജക്ട് പ്ലസ് വേർബ്. ആ വേർബ് എങ്ങനെയായിരിക്കണം? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ സബ്ജക്ട് പ്ലസ് വേർബ് ആണ് പോസിറ്റീവ്. ഇനി നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, നോട്ട് എന്ന് ചേർക്കുന്നതാണ് നെഗറ്റീവ്. ഇല്ല അല്ലെങ്കിൽ നോ, നോട്ട് എന്ന് ചേർക്കുന്ന സെന്റൻസിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഇല്ലാത്ത സെന്റൻസുകളാണ് പോസിറ്റീവ് സെന്റൻസ്. നോട്ട് എന്ന് ചേർക്കുന്നതാണ് നെഗറ്റീവ് സെന്റൻസസ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ നെഗറ്റീവ് സെന്റൻസ് നമ്മൾ എങ്ങനെ എഴുതും? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള നെഗറ്റീവ് സെന്റൻസസ് നമ്മൾ എങ്ങനെ എഴുതും? സബ്ജക്ട് പ്ലസ് ഡു നോട്ട്. ഓക്കെ, ഡു നോട്ടിന് നമുക്ക് ഡോണ്ട് എന്ന് എഴുതാം അല്ലെ, കോൺട്രാക്ഷൻ ആണ്. ദെൻ ഡസ് നോട്ട്. ഈ ഡസ് നോട്ടും ഡു നോട്ടും എങ്ങനെ? ഡു നോട്ട് നമ്മൾ എവിടെയാ യൂസ് ചെയ്യുക? പ്ലൂറൽ സബ്ജക്റ്റിന് ഡു നോട്ട് യൂസ് ചെയ്യും, സിംഗുലർ സബ്ജക്റ്റിന് ഡസ് നോട്ട് യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് വേർബ് ഇൻ ദ ബേസ് ഫോം ഓർ തേർഡ് പേഴ്സൺ പ്ലൂറൽ ഫോം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ അവിടെ കാണാം പോസിറ്റീവ് സെന്റൻസിൽ യു ലുക്ക് ബ്യൂട്ടിഫുൾ അല്ലെ, അതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. യു എന്ന് പറയുന്ന സബ്ജക്ട്, ലുക്ക് എന്ന് പറയുന്ന വേർബ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേ? സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്. സബ്ജക്ട് സിംഗുലർ, വേർബ് സിംഗുലർ, പിന്നെ ഒബ്ജക്ട്. അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ യു എന്ന് പറയുന്ന സബ്ജക്ട് നമുക്കറിയാം, ഐ അല്ലെങ്കിൽ യു എന്ന് പറയുന്ന പ്രോനൗൺ വരുമ്പോൾ വി ഷുഡ് യൂസ് ദ വേർബ് ഇൻ പ്ലൂറൽ ഫോം എന്ന് നമുക്കറിയാം. അപ്പം യു എന്ന് പറയുന്ന സബ്ജക്ട്, ലുക്ക് എന്ന് പറയുന്ന പ്ലൂറൽ വേർബും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ എങ്ങനെയാ വരുന്നത്? എസ് പ്ലസ് വി പ്ലസ് ഒ, സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്, പോസിറ്റീവ് സെന്റൻസുകൾക്ക്. ഇനി നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എങ്ങനെയാ വരുന്നത്? എസ് പ്ലസ് ഡോണ്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് പ്ലസ് വേർബ് ഇൻ ഇറ്റ്സ് ബേസ് ഫോം. ഓക്കെ, വേർബിന്റെ പക്ക കറക്റ്റ് ഫോം, നമ്മുടെ ബേസിക് ഫോമിനെയാണ് നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സബ്ജക്ട് പ്ലസ് വേർബ്. ആ വേർബ് ഈ സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കണം. ഓക്കെ, എങ്ങനെ സിംഗുലർ എഴുതുക? എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗുലർ ആയി, എസ് ഇല്ലാതെ എഴുതിയാൽ അത് പ്ലൂറൽ ആയി. അപ്പൊ ആ വേർബ് സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കണം. ആൻഡ് ഓൾസോ നെഗറ്റീവ് സെന്റൻസ് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ആഡ് ചെയ്തിട്ട് എഴുതും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. യു ലുക്ക് ബ്യൂട്ടിഫുൾ. യു സിംഗുലർ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ വേർബ് ആണ്. ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ. ഷീ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്ട്, ലുക്സ് എന്ന് പറയുന്ന സിംഗുലർ വേർബ്. ഓക്കെ, then beautiful. Now negative sentence. You do not look beautiful. ഓക്കെ, ഡു നോട്ട് ആഡ്. യു എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഡു നോട്ടും യൂസ് ചെയ്തു ആൻഡ് ലുക്ക് എന്ന് പറയുന്ന പ്ലൂറൽ വേർബും യൂസ് ചെയ്തു. യു ഡു നോട്ട് ലുക്ക് ബ്യൂട്ടിഫുൾ. ഷീ ഡസ് നോട്ട് ലുക്ക് ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്? സിമ്പിൾ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്ന പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, നോട്ട് ആഡ് ചെയ്യുന്നത് ആണ്. അപ്പൊ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നതിന് നെഗറ്റീവ് സെന്റൻസ് എന്താ? നിന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇല്ല എന്ന് അല്ലെങ്കിൽ നോട്ട് എന്ന് ആഡ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സെന്റൻസിന്റെ സ്ട്രക്ചർ, സെന്റൻസ് എങ്ങനെ എഴുതും എന്നുള്ളത് പ്ലീസ് നോട്ട് ഡൗൺ. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് വേർബ്
ആണ് പോസിറ്റീവ് സെന്റൻസിന് സബ്ജക്ട് പ്ലസ് ഡു അല്ലെങ്കിൽ ഡസ് നോട്ട്, ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് പ്ലസ് വേർബ് ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസിന്റെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോമാറ്റ് ഇങ്ങനെ തന്നെ പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എന്നാലാണ് പിന്നീട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഹാബിറ്റ് വരുള്ളൂ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാൻ പോകുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു അല്ലെ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഫോമാറ്റ് നമ്മൾ പഠിച്ചു. ഇനി ക്വസ്റ്റ്യൻസ്, ഇന്ററഗേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്വസ്റ്റ്യൻ സെന്റൻസസിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് വേർബ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുമ്പോ എന്താ, ഡു യു അല്ലെങ്കിൽ ഡസ് ഷീ എന്നൊക്കെ ആക്കി വരണം അല്ലെ. അതിന്റെ നെഗറ്റീവ് സൈഡ് പറയുമ്പോ എന്താ, ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ എന്താണ്, ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഡു ഓർ ഡസ് എന്നിടാനുള്ള കാരണം എന്താ, സിംഗുലറോ പ്ലൂരലോ സബ്ജക്ട് ഏതാണ് എന്നനുസരിച്ചിട്ട് വേണം ഡുവോ ഡസ്സോ നിങ്ങൾ യൂസ് ചെയ്യാൻ. സോ ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് വേർബ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്. ക്വസ്റ്റ്യൻ ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ഇന്ററഗേറ്റീവ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ, ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഡു നോട്ട് ഓർ ഡസ് നോട്ട് പ്ലസ് സബ്ജക്ട് പ്ലസ് വേർബ്. ക്ലിയർ ആയോ? അപ്പൊ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡു യു ലുക്ക് ബ്യൂട്ടിഫുൾ, അത് ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കാനും. ഡസ് ഷീ ലുക്ക് ബ്യൂട്ടിഫുൾ. ഓക്കെ, ദെൻ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആക്കി എഴുതുമ്പോ എന്താണ്, ഡോണ്ട് യു ലുക്ക് ബ്യൂട്ടിഫുൾ, ഡസൻ ഷീ ലുക്ക് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഒരു നോട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ, സെന്റൻസ് ഫോം ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സബ്ജക്ട് പ്ലസ് വേർബ്, അത് നെഗറ്റീവ് ആണെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ആഡ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡുവോ ഡസോ ആദ്യം വരും, ദെൻ സബ്ജക്ട് പ്ലസ് വേർബ്. ഓക്കെ, Reisa, ma'am, is tenses related to idioms, like any particular tense, particular idiom we can use? Yeah, idioms എന്ന് പറയുമ്പോ നമുക്ക് അറിയാം അല്ലെ, പർട്ടിക്കുലർ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള സെന്റൻസ് ആണ്, റൈറ്റ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇഡിയംസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഫിക്സഡ് സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, അതിലുള്ള ഓരോ വേർഡ്സ് എടുത്ത് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ആക്കേണ്ട കാര്യമില്ല. ബട്ട് ആ ഒരു സെന്റൻസിലേക്ക് കൊണ്ടുവരാൻ, ഇപ്പൊ പുൾ സമ്മൺസ് ലെഗ് എന്ന് പറയുന്ന ഇഡിയം. ഓക്കെ, അപ്പോ പുൾ സമ്മൺസ് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളെ കളിയാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ അതൊരു സെന്റൻസിലേക്ക് കൊണ്ടുവരുമ്പോ എങ്ങനെ പറയും, ഐ ലൈക്ക് പുള്ളിങ് ഹിസ് ലെഗ്. മാറ്റിയില്ലേ? അപ്പോ അത്തരം ചേഞ്ചാ വരുന്നത്. അപ്പൊ ഐ ലൈക്ക് ടു പുൾ സമ്മൺസ് ലെഗ് എന്നല്ലല്ലോ നമ്മൾ പറയാ. അപ്പൊ അവനെ കളിയാക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോ ഐ ലൈക്ക് പുള്ളിങ് എന്ന്, പുൾ എന്നുള്ളത് പുള്ളിങ് എന്നാക്കി അല്ലെ. ദെൻ ഹിസ് ലെഗ് എന്ന് മാറ്റി, സമ്മൺസ് എന്ന് മാറ്റിയിട്ട് ഹിസ് ലെഗ് എന്ന് മാറ്റി. അങ്ങനെ യൂഷ്വൽ ചേഞ്ചസ് അല്ലാതെ ടെൻസസ് കൂടുതലായിട്ട് എന്ത് ചെയ്യില്ല, ഇഡിയംസിനെ ബാധിക്കില്ല. ബട്ട് നമുക്കറിയാം, നമ്മൾ പറയുന്ന ടോണിനനുസരിച്ച്, പറയാൻ ഉദ്ദേശിക്കുന്ന സെന്റൻസിനനുസരിച്ചിട്ട് ഇഡിയംസിൽ നമുക്ക് മാറ്റം വരുത്താം. ഓക്കെ, okay, Reisa, okay, it's okay. Okay, then now let's move on to the next slide and see a few more examples. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ പോസിറ്റീവ് സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ആദ്യം രണ്ടെണ്ണം തന്നിട്ടുള്ളത്. ഓക്കെ, യു പ്ലേ ദ ഗിറ്റാർ വെൽ, ഹി റീഡ്സ് എ ബുക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്. യു സബ്ജക്ട്, പ്ലേ വെർബ്, ദ ഗിറ്റാർ ഒബ്ജക്ട്. ഓക്കെ, then he reads a book, he subject, reads verb, a book object. അപ്പൊ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്, അങ്ങനെയാണ് നമ്മുടെ പോസിറ്റീവ് സെന്റൻസ് വന്നത്. ഇനി അടുത്ത രണ്ടെണ്ണം നെഗറ്റീവ് സെന്റൻസ് ആണ്. ഐ ഡോണ്ട് ഈറ്റ് മീറ്റ്, ഐ ഡു നോട്ട്, ഐ സബ്ജക്ട്, ഡു നോട്ട് പ്ലസ് ഈറ്റ് വേർബ്, മീറ്റ് ഒബ്ജക്ട്. ഓക്കെ, യു ഡോണ്ട് ലൈക്ക് കോഫി. ഓക്കെ, ഇനി അടുത്ത രണ്ടെണ്ണം നമുക്ക് വരുന്നത് ഇന്ററഗേറ്റീവ്, അതായത് ക്വസ്റ്റ്യൻ സെന്റൻസസ് ആണ്. ആൻഡ് അതെങ്ങനെ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ് അല്ലെ, നോട്ട് ആഡ് ചെയ്യാത്ത സെന്റൻസ് ആണ്. ഡു യു ഈറ്റ് വെജിറ്റബിൾസ്, ഡു
എന്ന് പറയുന്നത് ആഡ് ചെയ്തു. ദെൻ യു ഇസ് ദ സബ്ജക്ട്, ഈറ്റ് ഇസ് ദ വേർബ്, ദെൻ വെജിറ്റബിൾ ആണ് ഒബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, ആ ഫോർമാറ്റ് എഴുതി വെക്കുക, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഡസ് ഹി ലൈക്ക് പിസ്സ? ഓക്കെ, ദെൻ നെഗറ്റീവ് ഇന്ററഗേറ്റീവ് ആവുമ്പോൾ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആവുമ്പോൾ ഡോണ്ട് ദി സ്റ്റഡി, ഒരു ഡൂന്റെ കൂടെ നോട്ടും കൂടിയും ചേർത്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. ദെൻ ഡസന്റ് ഇറ്റ് റെയിൻ ഓഫൻ ഇൻ ദിസ് റീജിയൻ? ഓക്കെ, അപ്പൊ ഡസിന്റെയും ഡൂവിന്റെയും കൂടെ ഒരു നോട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് നെഗറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയി. ക്ലിയർ ആയോ? ഐ ഹോപ്പ് ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സീ എവിടേക്കാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസസ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, യൂസ്ഡ് ടു കോട്ട് ജനറൽ ട്രൂത്ത് ആൻഡ് സയന്റിഫിക് ഫാക്ട്. ഒരിക്കലും ചേഞ്ച് ആവാത്ത പ്രപഞ്ച സത്യം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് തെളിയിച്ച ഒരു കാര്യം, ജനറൽ ആയിട്ടുള്ള ഒരു ഫാക്ട്, ഓക്കെ, ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിലാണ് തിളയ്ക്കുന്നത്. അപ്പൊ നമ്മളവിടെ വാട്ടർ എന്ന് പറയുന്ന സിംഗുലർ, വാട്ടർ നമ്മൾ കളക്റ്റീവ് നൗൺ പഠിച്ചു അല്ലെ, അതൊക്കെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ നമ്മൾ കളക്റ്റീവ് നൗണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയും. വാട്ടറിനെ നമുക്ക് എണ്ണാൻ പറ്റില്ല, പക്ഷെ വാട്ടറിനെ നമ്മൾ എന്താണ്, സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്, ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോ വാട്ടർ ഈസ് സിംഗുലർ, ബോയിൽസ് എന്ന് പറയുന്ന സിംഗുലർ വേർബ് യൂസ് ചെയ്തു, ആൻഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അത് സത്യമായ ഒരു കാര്യമാണ്. വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടായാലേണ് ബോയിൽ ആവുള്ളൂ എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൻ ഫാക്ട് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യം പറയുമ്പോൾ എന്താ, സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തു. ദെൻ ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. നമ്മൾ പറഞ്ഞു സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയും പോലെ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. പടിഞ്ഞാറാണ് സൂര്യൻ അസ്തമിക്കുന്നത്. അതൊരു ഫാക്ട് ആണ്. അത് പറയാൻ നമ്മൾ ഏത് ടെൻസാ യൂസ് ചെയ്തേ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ദെൻ ഫിഷ് ലീവ് ഇൻ വാട്ടർ അല്ലെ, ഫിഷ് ലിവ് ഇൻ വാട്ടർ. അപ്പോ മത്സ്യം അല്ലെങ്കിൽ മീൻ എവിടെയാണുള്ളത്? വെള്ളത്തിലാണുള്ളത്. Then human body consists of billions of cells. നമ്മുടെ മനുഷ്യ ശരീരത്തില് 10,000 എന്തുണ്ട്? കോശങ്ങളുണ്ട്, സെൽസ് ഉണ്ട് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഒരു ഫാക്റ്റ് ആണ്, ഒരു പരമമായ സത്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യാ? ജനറൽ ട്രൂത്ത് ആണ്. അപ്പൊ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസ് എന്താണ്? ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്ട്, സയന്റിഫിക് ഫാക്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. Now let's move on to the next slide and see another one. Used to denote a habitual action. അത് പറഞ്ഞു happen on a daily basis or at regular intervals. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ ചില ശീലങ്ങൾ അല്ലെങ്കിൽ ചില ആക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെ തന്നെ എഴുതി വെക്കുക കേട്ടോ. എക്സാമ്പിൾ, എവറി ഡേ, എല്ലാ ദിവസവും, ഐ ഗോ ടു വർക്ക് ബൈ ബസ്. ഞാന് ജോലിക്ക് പോകുന്നത് ബസ്സിലാണ്. അപ്പൊ അതെന്റെ ഒരു ശീലമാണ്. അപ്പൊ അത് ഞാൻ ഏത് ടെൻസിലാ പറഞ്ഞത്? പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞത്. Then the firm publishes its company magazine every month. നമ്മൾ പറഞ്ഞല്ലേ, റിപ്പീറ്റഡ് ആയിട്ട് ഒരു റെഗുലർ ഇന്റർവെൽ കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു ആക്ഷനെ നമ്മൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പം ആ ഒരു ഫേം അവരുടെ കമ്പനി മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നത് എല്ലാ മാസവും പബ്ലിഷ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അത് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആയി ചോദിക്കുകയാണെങ്കിൽ, ഡു യു അറ്റൻഡ് ക്ലാസ് റെഗുലർലി? ഓക്കെ, ഡു യു അറ്റൻഡഡ് ദ ക്ലാസ് റെഗുലർലി എന്ന് പറയോ? അത് പാസ്റ്റ് ടെൻസ് ആയി. അല്ല, നമ്മൾ എന്താ ചോദിക്കുക? നീ റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു റെഗുലർ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആണ്, റെഗുലർ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഷീ റീഡ്സ് ദ ബുക്ക് എവറി നൈറ്റ് ബിഫോർ ബെഡ്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അവള് ബുക്ക് വായിക്കാറുണ്ട്. ഇറ്റ്സ് ആൻ ആക്ഷൻ വിച്ച് ഇസ് ഹാബിച്വൽ, റൈറ്റ്? ഒരു ഹാബിറ്റ് ആണ്, ഒരു ശീലമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? പ്രസന്റ് ടെൻസിൽ എഴുതി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് യൂസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സെക്കൻഡ് യൂസ് എന്ന് പറയുന്നത്
ഹാബിച്വൽ ആക്ഷൻസിനെ അല്ലെങ്കിൽ റെഗുലർ ഇന്റർവെൽസിൽ നടക്കുന്ന ആക്ഷൻസിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. Okay, now let's move on to the next slide and see another use, that is to give directions or instruction. ഒരാൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഡയറക്ഷൻ, ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഏത് ടെൻസാ യൂസ് ചെയ്യുന്നത്? പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏത് പ്രസന്റ് ടെൻസാ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ടേക്ക്, വഴി പറഞ്ഞു കൊടുക്കാൻ. ടേക്ക് റൈറ്റ്, ടുക്ക് റൈറ്റ് എന്ന് പറയോ? ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. ടുക്ക് റൈറ്റ് എന്ന് നമ്മൾ പറയോ? ഇല്ല. ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വേർബിന്റെ ബേസിക് ഫോം ആണ് യൂസ് ചെയ്തത്. ടേക്ക് റൈറ്റ് ഫ്രം ദ ജംഗ്ഷൻ ടു റീച്ച് ദ ഹോസ്പിറ്റൽ. ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്താൽ ഹോസ്പിറ്റൽ എത്താം എന്ന് പറയണം. അപ്പൊ നമ്മൾ ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. ക്ലോസ് ദ ഡോർ വെൻ യു കം ഇൻ. ക്ലോസ് ദ ഡോർ വെൻ യു കം ഇൻ എന്ന് പറയോ? ഇല്ല. നീ അകത്തേക്ക് വരുമ്പോ വാതിൽ അടയ്ക്കൂ എന്നാണ് പറയുന്നത്. സോ ക്ലോസ് ദ ഡോർ വെൻ യു കം ഇൻ. ഒരാൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കം ഹോം ആസ് സൂൺ ആസ് പോസിബിൾ. പെട്ടെന്ന് തന്നെ, നിനക്ക് പറ്റുമ്പോ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരൂ. കം ഹോം. കെയിം ഹോം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയൂ? ഇല്ല. അതാണ് പറയുന്നത്. അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം തന്നെ മാറിപ്പോവും. ആൻഡ് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ റൂൾസ്. അതുകൊണ്ട് എന്താണ്? തെറ്റായിട്ട് മാർക്ക് ചെയ്യപ്പെടും. ഓക്കെ, then always wear safety goggles when operating heavy machinery. Heavy machinery, എന്തെങ്കിലും ഹെവി മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ധരിക്കാനാണ് പറയുന്നത്? സേഫ്റ്റി ഗോഗിൾസ്, മീനിങ് സ്പെക്സ് ധരിക്കാനാണ് പറയുന്നത്. ഫോർ യുവർ സേഫ്റ്റി എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെ. അപ്പോ നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, now let's move on to the next slide and see the final use of simple present tense, used to speak about fixed arrangements. Already നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. The school bus picks up the children at 7:30 AM every weekday. എല്ലാ വീക്ക് ഡേയും ഓൾറെഡി ഫിക്സ്ഡ് ആണ് അല്ലെ. എല്ലാ വീക്ക് ഡേയും സ്കൂൾ ബസ് കൃത്യം 7:30 കുട്ടികളെ എടുക്കും എന്ന് പറയുമ്പോ എന്താ? അത് ഫിക്സഡ് ആണ്. ആ ഒരു ആക്ഷൻ ഫിക്സഡ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഫിക്സഡ് ആയ ആക്ഷനെ കുറിച്ച് നമ്മൾ പറയാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. Then my brother's flight arrives around 5 PM. ഓക്കെ, ഇവിടേക്ക് നിങ്ങൾക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്. ഓക്കെ, സോ മൈ ബ്രദേഴ്സ് ഫ്ലൈറ്റ് അറൈവ്സ് അറ്റ് 5 PM. അതായത് 5 മണിക്ക് എന്റെ ബ്രദറിന്റെ ഫ്ലൈറ്റ് എത്തും എന്നാണ് പറയുന്നത്. അത് ഫിക്സഡ് ആണ്. 5 മണിക്ക് ഫ്ലൈറ്റ് വരും എന്നുള്ളത് ഫിക്സഡ് ആണ്. അങ്ങനെ ഫിക്സഡ് ആയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. Then our summer vacation starts on the 16th of April. ഓക്കെ, 16th of Aprilന് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ഓൾറെഡി ഫിക്സഡ് ആണ്. അത് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലൂടെ പറയാം. Then her cousin arrives tomorrow. അവളുടെ കസിൻ നാളെ വരും. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഫിക്സ്ഡ്. അപ്പൊ നമുക്ക് അത് പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇറ്റ്സ് റൈറ്റ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്യാം. നമുക്കറിയാം ടെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു മഹാസാഗരമാണ്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് വരാറുള്ളതാണ്. അതുകൊണ്ട് ഓരോ ടെൻസ് മാത്രം എടുത്തിട്ട് ഓരോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അടുത്ത ആഴ്ച വരെ നിങ്ങൾക്ക് സമയമുണ്ട്, പ്രാക്ടീസ് ചെയ്യാം, ഇതിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കാം. ആൻഡ് ഇതിലുള്ള സെന്റൻസസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം, നോട്ട് ചെയ്യാം. ആൻഡ് ഗൂഗിളിൽ നിന്ന് ഫർദർ എക്സാമ്പിൾസ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ടെൻസസ് ആണ്. ടെൻസ് എന്താണ്? വേർബിൽ വരുന്ന മാറ്റങ്ങളാണ്. സമയത്തെ കാണിക്കാൻ വേണ്ടി വേർബിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ടെൻസസ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴാണ് ഒരു കാര്യം നടന്നത് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻസസ് യൂസ് ചെയ്യും. നമുക്ക് 3 ടെൻസസ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ: പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, പാസ്റ്റ് ഓൾറെഡി ഹാപ്പൻഡ് ആണ്. പ്രസന്റ് എന്ന് പറയുമ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന, കറന്റ്ലി ഹാപ്പനിങ് ആണ്. ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഈ 3 ടെൻസസിനും 4 ഫോംസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സിമ്പിൾ ഫോം ഉണ്ട്, ദെൻ കണ്ടിന്യൂസ് ഫോം, പെർഫെക്റ്റ് ഫോം ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ഫോംസ് ഉണ്ട് ഈ 3 ഡിഫറെന്റ് ടെൻസസിന്.
ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്തിനൊക്കെ യൂസ് ചെയ്യും? ജനറൽ ട്രൂത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ യൂസ് ചെയ്യും. ദെൻ ജനറൽ ട്രൂത്ത് ആൻഡ് ഓൾസോ യൂണിവേഴ്സൽ ട്രൂത്ത് ആൻഡ് സയന്റിഫിക് ഫാക്ടിനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. ദെൻ നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ്, നമ്മുടെ ഹാബിറ്റ് അല്ലെങ്കിൽ റെഗുലർ ഇന്റർവെൽസിന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഇനി നമ്മൾ ഒരാൾക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ആൻഡ് ഫൈനലി ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും യൂസസ് നമ്മൾ പറഞ്ഞു. ആൻഡ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, സബ്ജക്ട് പ്ലസ് വേർബ് ഇൻ ഇറ്റ്സ് ബേസിക് ഫോം. ആൻഡ് ഈ സബ്ജക്ട് വേർബ് ഷുഡ് അഗ്രി. സിംഗുലർ പ്ലൂറൽ അനുസരിച്ചിട്ട് വേർബ് സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഓക്കെ. ആൻഡ് ഓൾസോ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഒരു നോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് സെന്റൻസ് ആയി. ഇനി ക്വസ്റ്റ്യൻ ഫോമിലാക്കണമെങ്കിൽ ഈ ഡു ഓർ ഡസ് ആദ്യം വരും. ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡു ഓർ ഡസിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. Shamsuddin, thanks for your valuable information. Thank you. Thank you, Shamsuddin, for joining. I hope it was helpful to you. And yeah, എല്ലാവർക്കും സിമ്പിൾ പ്രസന്റ് ടെൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ വേറൊരു ടെൻസ് എടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇന്ന് തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഈ ഫോമാറ്റ് പഠിക്കുക. ആൻഡ് നിങ്ങൾ സ്വന്തമായിട്ട് ഈ സെന്റൻസസ് ഫോം ചെയ്ത് നോക്കുക. ഓക്കെ, സ്വന്തമായിട്ട് ഇപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസസ് ഫോം ചെയ്ത് നോക്കുക, മലയാളത്തിൽ എഴുതി നോക്കുക, എന്നിട്ട് അതിനെ ഇംഗ്ലീഷ് ആക്കി മാറ്റി ശ്രമിച്ചു നോക്കുക. അങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്ന ഏതൊക്കെ ടൈപ്പാണ്, അതിന്റെ ഫോമാറ്റ് എന്താണ് എന്ന് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഒന്ന് ഫെമിലറൈസ് ആയി വെക്കാം. ഓക്കെ ഓക്കെ then thank you guys, thank you so much for joining. Okay, all the best, keep practicing. Okay then, bye bye.